ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ മാത്രമല്ല, കാണാനും ഇഷ്ടമുള്ള ടൈപ്പ് വീഡിയോ ആണ്. കാരണം പെർഫ്യൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും കൂടുതൽ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പെർഫ്യൂം കളക്ഷൻസ്. ആൻഡ് നമ്മൾ നല്ല സ്മെല്ലൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീലൊക്കെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനൊന്നും കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. കാരണം നമുക്കിപ്പോൾ എൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കളക്ഷൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ നോട്ട്സ് എന്തൊക്കെയാണെന്നും സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നും പിന്നെ അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആണോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് യൂസ് ചെയ്തിട്ട് എന്താണ് തോന്നിയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിക്കവാറും ഇതൊരു ലോങ് വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം നമുക്ക് കുറച്ച് കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അതിന് നോട്ട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ഒരു ലെങ്തി ആവാനുള്ള ഒരു ഇതുണ്ട്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഭയങ്കര ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കൊളീഗ്സൊക്കെ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ പെർഫ്യൂം എന്നുള്ളത്. ഭയങ്കര നല്ല, ഞാൻ അവരുടെ അടുത്തുകൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ഫ്രേഗ്രൻസ് കിട്ടിയിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിച്ചു ഏതാണ് ആ ഒരു പെർഫ്യൂം, ഏതാണ് നല്ല അടിപൊളി സ്മെല്ലാന്നുള്ളതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ഒരു തവണ ബസ്സിൽ പോയപ്പോൾ എനിക്കൊരു നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രേഞ്ചറിൻ്റെ കയ്യിൽ നിന്ന് ഒരു നോട്ട് കിട്ടിയിട്ടുണ്ട്. യു സ്മെൽ സോ ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രേഞ്ചർ എനിക്ക് ഒരു നോട്ട് തന്നു. അതും ഈ ഒരു പെർഫ്യൂമിനെ ബേസ് ചെയ്തിട്ടാണ്. ആ പെർഫ്യൂം ഏതാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ലാസ്റ്റ് എത്തിയാൽ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ആ ഒരു സിഗ്നേച്ചർ സ്മെൽ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളതെല്ലാം പൊളി സ്മെല്ലാണ് കേട്ടോ, ഒക്കെ അടിപൊളിയാണ്. പക്ഷേ എൻ്റെ ഒരു സിഗ്നേച്ചർ സ്മെൽ എന്നുള്ള രീതിയിലാണ് ആ പെർഫ്യൂം ഉള്ളത്. ബാക്കിയെല്ലാം സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോവാം. ഈ പെർഫ്യൂമിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് നോട്ട്സ് ആണ് ഇതിൽ പറയുക. അത് ഞാൻ ആദ്യം ഒന്ന് ക്ലിയർ ആക്കി തരാം. ടോപ്പ് നോട്ട്, അതുപോലെ ഹാർട്ട് നോട്ട്, ബേസ് നോട്ട്, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് നോട്ട്സ് നമ്മൾ പറയും. ഈ ടോപ്പ് നോട്ട് എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളുടെ സ്മെല്ല് ഫസ്റ്റ് കിട്ടൂല, ഒരു പെർഫ്യൂം അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു സ്മെല്ലിനെയാണ് നമ്മൾ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത്. അത് എന്തായാലും ഒരു 5 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സ് ആ ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ടോപ്പ് നോട്ട് എന്ന് പറയുക. അപ്പോൾ ഞാൻ ഈ ഓരോ പെർഫ്യൂമിൻ്റെയും ടോപ്പ് നോട്ട് ഏതാണെന്നുള്ളതും ഹാർട്ട് നോട്ട് ഏതാണുള്ളതും ബേസ് നോട്ട് ഏതാണുള്ളതും പറഞ്ഞുതരാം. ഹാർട്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൻ്റെ ആ ഒരു സ്മെല്ല് അങ്ങോട്ട് പോയിട്ട് അതൊന്ന് ഫെയ്ഡായി കഴിഞ്ഞിട്ട് റൈറ്റ് ആഫ്റ്റർ ദ ടോപ്പ് ഫെയ്ഡ്സ് ആണ്. ഇതാണ് ഒരു പെർഫ്യൂമിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഹാർട്ടാണ്. അതുകൊണ്ടാണ് ഹാർട്ട് നോട്ട് എന്നുള്ളതിനെ കുറിച്ച് ഇത് കൂടുതൽ അങ്ങനെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതെന്തായാലും ഒരു 2 to 4 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും ഈ ഹാർട്ട് നോട്ട്. അപ്പോൾ ഇതാണ് ഒരു മെയിൻ ക്യാരക്ടർ എനർജി. അതിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സ്മെല്ലാണോ ഇഷ്ടം എന്നുള്ളത് വെച്ചാൽ നിങ്ങൾ ആ ഹാർട്ട് നോട്ടും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. അതുപോലെ ബേസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് വരുന്നതും പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യണതും ആ സ്മെല്ലായിരിക്കും. ഇപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കാനിടുകയാണെങ്കിലും ആ സമയത്തൊക്കെ ഈ ഒരു ബേസ് നോട്ടിൻ്റെ സ്മെല്ലാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. അതെന്തായാലും ഒരു 6 to 10 hours അല്ലെങ്കിൽ ഒരു 12+ hours ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും. മോസ്റ്റ്ലി നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് കൂട്ടത്തിലെ കൊമ്പൻ എന്നൊക്കെ പറയാം. എൻ്റെ പെർഫ്യൂം കളക്ഷൻസിലെ രാജാവ് എന്ന് പറയാം. അത്രയും അടിപൊളി കിഡിലൻ സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല. നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ ഗൈസ്, ഈ ഒരു സാധനം അല്ലാതെ പിന്നെ വേറെ ഏതെങ്കിലും പെർഫ്യൂം നിങ്ങൾ വാങ്ങുമോ എന്നുള്ളത് തന്നെ ഡൗട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് കണ്ടില്ലേ നിങ്ങൾ? ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു പാക്കേജിങ്, എന്ത് രസം കാണാൻ. ഇതൊക്കെ കണ്ടേ, ഈ ഒരു സൈഡിൽ കണ്ടോ, ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് ഈ ഒരു പാക്കേജിങ്ങിൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഡിസൈൻസ് ഒക്കെ നോക്കൂ, നല്ല ഭംഗിയാണ് കാണാൻ. മാത്രമല്ല ഇത് ഓപ്പൺ ചെയ്യുന്ന കണ്ടോട്ടോ, നല്ല രസമാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു പ്ലസൻറ്റ് സ്മെല്ലുണ്ടല്ലോ, എൻ്റെ അമ്മ, എൻ്റെ മൂക്കിൽ എനിക്കിപ്പോൾ വരുന്നുണ്ട്. ഞാൻ വെറുതെ കള്ളം പറയല്ല, എൻ്റെ പൊന്നെ, അത്ര അടിപൊളി കിടില സ്മെല്ലാണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ, സൂപ്പറാണ്. എന്ത് ലക്ഷറിയസ് ലുക്കാന്ന് നോക്കിയാൽ. ഈ ഒരു പെർഫ്യൂമിൻ്റെ പേരാണ് ഓദ് ആൻഡ് റോസസ്. ഓദ് ആൻഡ് റോസസിൻ്റെ എക്സ്ട്രേറ്റ് ഡി പെർഫ്യൂം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ പേര് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഔദ് ആൻഡ് റോസസ് ബൈ അഹ്മദ് അൽ മഗ്രിബി. അതാണ് മൊത്തത്തിൽ ഈ ഒരു പെർഫ്യൂമിൻ്റെ ഒരു പേരെന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി വന്നിട്ട് ഒരു
മിഡിൽ ഈസ്റ്റേൺ ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലുണ്ടല്ലോ, ഒരു അറേബ്യൻ സ്റ്റൈൽ ഓഫ് സ്മെല്ല്, അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഒരു റിച്ച് മിഡിൽ ഈസ്റ്റേൺ ലക്ഷറി സെൻറ്റ് എന്നാണ് ഇത് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ, പേരിൽ പറയുന്ന പോലെ തന്നെ റൊമാൻറ്റിക് റോസ് ആണ്. റൊമാൻറ്റിക് റോസ് പ്ലസ് ഡാർക്ക് ഊത്ത്, ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ വെച്ചാൽ ഒരു ഭയങ്കര എലഗൻറ്റ്, ബോൾഡ്, ഒരു ക്ലാസി ആ ഒരു ലുക്കൊക്കെ തരുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്രേഗ്രൻസ് ആണ് ഇതിന് വരുന്നത് കേട്ടോ. എപ്പോഴാണ് നമ്മളിത് പെർഫ്യൂം വെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈവനിങ്സിലൊക്കെയാണ്, അതുപോലെ എന്തെങ്കിലും വെഡ്ഡിങ് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴും, പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ സൂപ്പറായിട്ട് പോകുന്നതാണ് കേട്ടോ. ഇത് പിന്നെ യൂണിസെക്സ് ആണ്, ആണായാലും പെണ്ണായാലും ആർക്കായാലും യൂസ് ചെയ്യാം. അതാണ് ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഞാനും ഒപ്പുവേണ്ടും. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസ് ആണോ നോക്കിയിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ തമ്മിൽ ഒരു ഫൈറ്റ് കുറയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ വാങ്ങും, രണ്ടുപേരും ഒരേപോലെ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ നോട്ട്സ് എന്തൊക്കെയാണെന്നുള്ള പറയാം. ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ഫ്രഷ് റോസിൻ്റെ സ്മെല്ലാണ്. ഇതിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഊദൻ റോസസ് എന്നാണല്ലോ പേര്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫ്രഷ് റോസിൻ്റെ സ്മെല്ലാണ് ആദ്യത്തെ 5 to 10 മിനിറ്റ്സിലൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹാർട്ട് നോട്ട് എന്ന് പറയുന്നത് റോസാണ്, റോസിൻ്റെ സ്മെല്ല്. പിന്നെ അതുപോലെ തന്നെ ഓത്ത്, റോസും ഊതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്മെല്ലാണ് ഹാർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ക്യാരക്ടർ എനർജി എന്ന് പറയുന്നത്. പിന്നെ ബേസ് നോട്ട് വരുന്നത് വുഡി, അതുപോലെ ഒരു സ്മോക്കി കൈൻഡ് ഓഫ് സ്മെല്ല്. പിന്നെ അതുപോലെ മസ്കി, സ്ലൈറ്റ്ലി സ്വീറ്റ് ആണ്. അപ്പോൾ മസ്കി, സ്ലൈറ്റ്ലി സ്വീറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക സ്മെല്ലൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് നല്ല വേർത്തായിരിക്കും, എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ കേസ് പറയാനാണെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 8 to 12+ hours സ്കിന്നിലുണ്ടാവും. ഞാൻ യൂസ് ചെയ്ത് നോക്കിയ ഒരാളെന്ന സ്ഥിതിക്ക് എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. എനിക്കിത് പ്രത്യേകിച്ച് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമുള്ള പരിപാടിയല്ല, അപ്പോൾ അതുകൊണ്ട് ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയണത്. ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്, 8 to 12+ hours ഉണ്ടായിരിക്കും. ഒരു 24 hours നമ്മുടെ ക്ലോത്ത്സിൽ നിൽക്കും കേട്ടോ. അപ്പം ഞാൻ പൊതുവേ നമ്മളൊരു കോൾഡ് വെതറിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നമ്മുടെ പെർഫ്യൂംസ് ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തണുപ്പുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നല്ല അടിപൊളി പെർഫെക്റ്റ് സ്മെല്ലാണ്. അടുത്തത് ഇതും നല്ലൊരു പെർഫെക്റ്റ് പാക്കേജൊക്കെ കൂടി വന്നതാണ്. നോക്കിയേ നിങ്ങളുടെ ഇതിൻ്റെ ലുക്ക്, എന്ത് ലക്ഷറിയസ് ലുക്കാണ് നോക്കിയേ. ഇത് ഒരാളോട് പറയാനും, ഇത് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എടുക്കുമ്പോഴും നമുക്കൊരു പ്രൗഡ് ഫീലാണ് കേട്ടോ. ഒരു പെർഫ്യൂമൊക്കെ ഇത്രയും പെർഫെക്റ്റ് ഒരു ലുക്കൊക്കെ കാണുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ. അപ്പോൾ ആ ഒരു സാധനം ഉള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് ഊദ് നാദിറ, ഊദ് നാദിറ എന്നാണ് പേര് വന്നിട്ട്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. എനിക്ക് ഇതിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പാക്കേജ് ഇനിയുണ്ട് കേട്ടോ, വേറെ രാജകീയമായ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചതുകൊണ്ടാണ്, അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിൽ മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം, സിമ്പിൾ ബ്രേക്ക് ഡൗൺ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതും നമ്മുടെ ആദ്യത്തെ എടുത്ത പെർഫ്യൂമിൻ്റെ പോലെ തന്നെ ഒരു മിഡിൽ ഈസ്റ്റേൺ ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് കേട്ടോ. എനിക്കും അപ്പുവേണ്ടും അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലിനോടാണ് കൂടുതൽ അട്രാക്ഷൻ കേട്ടോ. ആ ഒരു അറേബ്യൻ കൈൻഡ് ഓഫ് ആ ഒരു സ്മെല്ലാണ് നമ്മളെ കൂടുതൽ എന്താ പറയുക, നമ്മളെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു ഹാർഷ് സ്മെല്ലല്ല, ഒരു സ്മൂത്ത് ആൻഡ് എലഗൻറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഹാർഷായിട്ട് തോന്നൂല. ഒരു പബ്ലിക് ഇവൻറ്റിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും അത്രയ്ക്കും ഒരു എന്താ പറയുക, ഒരു കുത്തുന്ന സ്മെല്ല് കിട്ടൂല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ഇതും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫ്യൂം തന്നെയാണ്. വാം, സ്ലൈറ്റ്ലി സ്വീറ്റ് ആൻഡ് വുഡി, അതാണ് മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ. എന്നാൽ ഒരു ലക്ഷൂറിയസ് ആൻഡ് ക്ലാസി ഒരു ലുക്ക് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യണ ഒരു സാധനം. ബെസ്റ്റ് ഫോർ ഈവനിങ്, വിൻ്റർ ആൻഡ് ഒക്കേഷൻസ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഈവനിങ്സ് ഒക്കെ പുറത്തിറങ്ങുമ്പോൾ ഈ മൊത്തത്തിൽ ഈ പെർഫ്യൂം എല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന ഒരു സുഗന്ധം പറഞ്ഞറിയിക്കാൻ വയ്യ. മൊത്തത്തിൽ റൂം മൊത്തം നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ല അടിപൊളി ഒരു സ്മെല്ല് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം, ഹാപ്പിനെസ്സും എല്ലാം, പോസിറ്റിവിറ്റി എല്ലാം കേട്ടോ. അപ്പം ഇതും യൂണിസെക്സ് ആണ്, പക്ഷേ എന്താ പറയുക, ഒരു മസ്കുലിൻ, ലീൻസ് മസ്കുലിൻ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു യൂണിസെക്സ് ഇതാണെങ്കിൽ പോലും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. പക്ഷെ ഇറ്റ്സ് ഫൈൻ. ഇതിൻ്റെ നോട്ടിലേക്ക് കടക്കാം. ടോപ്പ് നോട്ട് വന്നിട്ട് സോഫ്റ്റ്
ആയിട്ടുള്ള സ്വീറ്റ് നോട്ട്സ് ആണ്, ലൈറ്റ് ഫ്ലോറൽസ്. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ് നമ്മുടെ ടോപ്പ് നോട്ട് വരുന്നത്. ഹാർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഊത്ത്, വാം സ്പൈസസ്, ഒരു സ്പൈസസിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് ആണ്. ഒന്നുകൂടെ ഒന്ന് സ്മെല്ല് ചെയ്യട്ടെ, എനിക്ക് സ്മെല്ല് ചെയ്യാൻ തോന്നുന്നു. യെസ്. അപ്പം എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വാം സ്പൈസസിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയിൽ കയറി വരും. അതാണ് നമ്മുടെ ഹാർട്ട്. ആൻഡ് ബേസ് നോട്ട് പറയുമ്പോൾ ആംബർ, വുഡി, മസ്കി, സ്ലൈറ്റ്ലി റസിനസ്, ഒരു ആംബേഴ്സ് കൈൻഡ് ഓഫ് സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതാണ് മോസ്റ്റ്ലി പ്രൊജക്റ്റ് ചെയ്യണത് ഒരു ബേസ് നോട്ട് എന്നുള്ള രീതിയിൽ കേട്ടോ. ഇത് വെരി ഗുഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. 8 to 10 hours ഓൺ സ്കിന്നാണ്. അതുപോലെ തന്നെ 12 to 24 hours നമ്മളെ ക്ലോത്ത്സിലും ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. മീഡിയം ടു സ്ട്രോങ് പ്രൊജക്ഷൻ ആണ്. പീപ്പിൾ അറൗണ്ട് യു നോട്ടീസ്, അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. നമ്മളെ കൂടെയുള്ള ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കണം ഏത് പെർഫ്യൂം അടിച്ചത്, അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് ബെസ്റ്റ് ഓപ്ഷനാണ്. അടുത്ത പെർഫ്യൂം വന്നിട്ട് ഇതാണ്. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചതാണ്. എനിക്കിങ്ങനെ ഇതിൻ്റെ പാക്കേജൊക്കെ ഇഷ്ടമുള്ളത്, ഞാനത് കളയൊന്നുമില്ല കേട്ടോ, ഞാൻ അതുപോലെ തന്നെയാണ് അത് കീപ്പ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ കേട്ടോ. അപ്പോൾ ഇത് സുൽത്താൻസ് മാജിക് നീഷ് ലോറിസ്. നീഷ് ഇങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്ക് വലിയ ധാരണയില്ല. ലോറിസിൻ്റെ നീഷ്. നമ്മൾ ഇത് ലൂട്ടനിൽ പോയ സമയത്ത് അവിടുന്ന് ലൂട്ടൻ മോളിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്, കണ്ടോ. ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ ഈ ഒരു നമ്മൾ കയറി ചെന്നിട്ട് നമുക്കിതിൻ്റെ അത്രയും ഫ്രേഗ്രൻസ് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത്. സുൽത്താൻസ് മാജിക്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഇതാണ് പെർഫ്യൂം, കാണുന്നുണ്ടോ. സുൽത്താൻസ് മാജിക് നീഷ് ലോറിസ്, ഇതാണ് ഇതിൻ്റെ പേര് വന്നിട്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. സുൽത്താൻസ് മാജിക്, ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് വന്നിട്ട് ഒരു വാം, ലക്ഷൂറിയസ്, ഓറിയൻ്റൽ സെൻറ്റാണ് ഇത് തരുന്നത്. സ്വീറ്റ്, വൂഡി ആൻഡ് ഒരു എലഗൻറ്റ് കൈൻഡ് ഓഫ് ഫീൽ തന്നെയാണ് തരുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫോർ ഈവനിങ്സ് ആൻഡ് ഒക്കേഷൻസ്. നമ്മൾ എടുക്കുന്നതിൽ മോസ്റ്റ് ഓഫ് ദ പെർഫ്യൂംസും നമ്മുടെ ഈവനിങ്സിനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വെഡ്ഡിങ് ഫങ്ഷൻസ് അങ്ങനത്തെ ഒക്കേഷൻസിനൊക്കെ പറ്റിയിട്ടുള്ളതാണ് കൂടുതലും ഞാനിപ്പോൾ പറയുന്നത്. നമ്മുടെ ഓഫീസ് കൈൻഡ് ഓഫ് പെർഫ്യൂംസ് അങ്ങനത്തെ സെൻസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റിൽ പറയാം. ഞാൻ ഓഫീസിലേക്ക് വെയർ ചെയ്തത് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് പെർഫ്യൂംസ് ഒക്കെ ഏതാണെന്നുള്ളത് ലാസ്റ്റിലേക്ക് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് പെർഫ്യൂംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ്, ഒരു ലൈറ്റ് സ്പൈസി നോട്ടാണ് നമ്മുടെ ഒരു ടോപ്പ് നോട്ട്. ഹാർട്ട് നോട്ട് വരുമ്പോൾ ആംബർ ആൻഡ് ഒരു ഫ്ലോറൽ വാംത്താണ് നമുക്ക് തരുന്നത്. ഒരു ആംബർ, ഒരു ഫ്ലോറൽ, അങ്ങനത്തെ ഒരു ഫ്ലവർ കൈൻഡ് ഓഫ് സ്മെല്ലൊക്കെയാണ് നമ്മുടെ ഹാർട്ട് നോട്ട് വരുന്നത്. ആൻഡ് ബേസ് നോട്ട് വുഡ് ബി ലൈക്ക് വുഡി, മസ്കി ആൻഡ് വാനില ലൈക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വാനില എസൻസിൻ്റെ ഒക്കെ ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഇതാണ് കേട്ടോ. അടിപൊളി. ഇതിൻ്റെ പെർഫ്യൂം അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചത്, മോളിൽ നിന്നൊക്കെ വാങ്ങിച്ചത്. അതുകൊണ്ടാണ് അത്രയും ഇഷ്ടമായി. ജനറലി ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ അവിടുത്തെ ആ ഒരു സെയിൽസ് ഗേളിനോട് തന്നെ ചോദിച്ചു ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുമോ എന്നുള്ളത് തന്നെ. അപ്പോൾ അവൾ തന്നെ പറഞ്ഞു, അവൾ ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ നമ്മൾ ഒരു ഫുൾ ഒരു ഡേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ആ ഒരു ഡ്രസ്സ് നോക്കുമ്പോഴത്തേക്കിനും അപ്പോഴും ആ ഒരു സ്മെൽ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തായാലും സ്കിന്നിൽ ഒരു ഫ്യൂ അവേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവുമായിരിക്കും. പക്ഷെ 8+ hours നമ്മളെ ഔട്ട്ഫിറ്റിൽ നമ്മൾ എന്താണോ വെയർ ചെയ്യുന്നത് അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇതും നല്ലൊരു ഓപ്ഷനാണ്. ഇനി പറയാൻ പോകുന്നത് ഒരു ലക്ഷൂറിയസ് പെർഫ്യൂമാണ്. എല്ലാവർക്കും അറിയാം 1 മില്യണിൻ്റെ എലിക്സർ. 1 മില്യൺ എലിക്സർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലക്ഷൂറിയസ് പെർഫ്യൂമാണ് നമ്മുടെ അടുത്ത ഒരു സാധനം. ഇത് തീർന്നു, ഇനി ഒരു തുള്ളി ഉണ്ടാവുള്ളൂ. നമ്മളിത് ഭയങ്കര സൂക്ഷിച്ച് യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ അപ്പുവേന് വേണ്ടിയിട്ട് ഇത് നോക്കി ഇതിൻ്റെ ഷൈൻ വരുന്ന അപ്പുവേന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് നമ്മളങ്ങനെ ഒക്കേഷണലി വെയർ ചെയ്തിട്ട് പോലും ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ. എത്രയെന്ന് വെച്ചാൽ ഇതിലൊരു 50 ml ആകെ ഉള്ളൂ നമ്മളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു തുള്ളി എങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾ അത്രയും യൂസ് ചെയ്തിട്ട് അത്രയും ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പെർഫ്യൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം, ഓൾ അബൌട്ട് ഇറ്റ്. സ്പെഷ്യാലിറ്റീസ് വരുമ്പോൾ ഒരു വെരി റിച്ച്, സ്വീറ്റ് ആൻഡ് ഇൻറ്റൻസ് ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് നമുക്ക് തരുന്നത്.
മോഡേൺ, അതുപോലെ തന്നെ ഒരു ലക്ഷൂറിയസ് കൈൻഡ് ഓഫ് ഇതാണ്. പിന്നെ അറ്റൻഷൻ ഗ്രാബിങ്, അതാണല്ലോ നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു പെർഫ്യൂം അടിക്കുമ്പോഴും നമുക്ക് ആ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അത് കിട്ടും എന്തായാലും. ബെസ്റ്റ് ഫോർ നൈറ്റ് പാർട്ടീസ്, സ്പെഷ്യൽ ഒക്കേഷൻസ്. ഓക്കെ, ടോപ്പ് വരുമ്പോൾ ഒരു സ്വീറ്റ് ആപ്പിൾ ലൈറ്റ് ഫ്രഷ്നെസ്, അതാണ് ടോപ്പ് നോട്ട്. ഒരു ആപ്പിൾ കൈൻഡ് ഓഫ് ഒക്കെ സ്മെല്ലാണ് വരുന്നത് കേട്ടോ ടോപ്പ് നോട്ട്. ഹാർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി കൂടുതൽ വരുന്നത് റോസ് ആണ്. റോസ്, വാം ഫ്ലോറൽ, സ്മൂത്ത് സ്വീറ്റ്നെസ്. അപ്പോൾ ഒരു ഫ്ലോറൽ, വാം, ഒരു സ്വീറ്റി, ആ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് ഹാർട്ട്. ആൻഡ് ബേസ് നോട്ട് വുഡ് ബി ലൈക്ക് വാനില, ആംബർ, വുഡി, സ്ലൈറ്റ്ലി റെസിനസ്. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് ബേസ് വരുന്നത് കേട്ടോ. അപ്പോൾ വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്, 8 to 12 hours ഓൺ സ്കിൻ, ഈവൻ ലോങ്ങർ ഓൺ ക്ലോത്ത്സ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഞാൻ ആദ്യം പറഞ്ഞ പെർഫ്യൂംസിൻ്റെ അത്ര ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇത് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെർഫ്യൂം ഉണ്ടല്ലോ, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള പെർഫ്യൂം, അപ്പോൾ ആ ഒരു പെർഫ്യൂമിൻ്റെ അത്രയൊന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല ഈ പെർഫ്യൂം. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ്. പിന്നെ അറിയാലോ, ഒരു ലക്ഷൂറിയസ് ആ ഒരു കൈൻഡ് ഓഫ് ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ വർത്താണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കണ്ടല്ലോ, ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. YSLൻ്റെ ലീബ്ര ഓത്ത് പെർഫ്യൂം. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് 2 വർഷമൊക്കെ മുന്നേ. അപ്പുവേൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, ജർമ്മനിയിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ നാട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനില്ല, കണ്ടല്ലോ കണ്ട തുള്ളി ഒരു ഇറ്റേ ഉള്ളൂ. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, കാരണം ഇത് വുമൻ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ലേഡീസിൻ്റെ ഒരു സെൻ്റാണ് കേട്ടോ ഇത് വരുന്നത്, യൂണിസെക്സ് അല്ല. അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. ആൻഡ് ഇത് ഇത്രയും ആയിട്ടുണ്ട്, ഞാൻ തന്നെയാണ് തീർത്തത്, വേറെ ആരും തൊട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇനി പറയുന്നത്. ഒരു എലഗൻറ്റ്, മോഡേൺ, ഫ്ലോറൽ, വാനില, ആ ഒരു കൈൻഡ് ഓഫ് പെർഫ്യൂമാണിത്. സ്മെൽസ് ക്ലീൻ, കോൺഫിഡൻറ്റ് ആൻഡ് ക്ലാസി സെറ്റാണ്. വെരി പോപ്പുലർ ആസ് എ സിഗ്നേച്ചർ സെൻറ്റ്. ഓക്കെ, ഇതൊരു സിഗ്നേച്ചർ സെൻറ്റ് ആക്കാവുന്നേ ഉള്ളൂ നമുക്ക്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ലീൻസ് ഫെമിനിൻ, കണ്ടോ, ഫെമിനിൻ ടച്ചാണ് നമുക്ക് കൂടുതൽ തരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷെ ഇത് അപ്പോഴത്തെ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പെർഫെക്റ്റ് ഫോർ ഡെയിലി വെയർ പ്ലസ് ഈവനിങ്സ്. അപ്പോൾ ഇത് നമുക്ക് ഓഫീസിലേക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കാരണം ഡെയിലി വെയേഴ്സിൻ്റെ കൂടെയൊക്കെ അപ്ലിക്കബിൾ ആണ്. നോട്ട്സ് വന്നിട്ട് ടോപ്പ് നോട്ട് വരുന്നത് ലാവൻഡർ, മാൻഡറിൻ, ഓറഞ്ച്. അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെയും ലാവൻഡർ കൈൻഡ് ഓഫ് ആ ഒരു സ്മെല്ലൊക്കെയാണ് ഇതിന് ഫസ്റ്റ് വരുന്നത്. ആൻഡ് ഹാർട്ട്, ഓറഞ്ച് ബ്ലോസം, അതുപോലെ തന്നെ ജാസ്മിൻ, ഓറഞ്ച് ബ്ലോസം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് വരുന്നത് നമ്മുടെ, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. ഹാർട്ട് ബേസ് നോട്ട് വരുമ്പോൾ വനീല, ആംബർ, മസ്ക്. ഓക്കെ, വനീലയും ആംബറും മസ്കും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ബേസ് നോട്ട് വരുന്നത്. പക്ഷെ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, 6 to 8 hours ഓൺ സ്കിൻ അങ്ങനെ വരുന്നുള്ളൂ. പക്ഷെ പിന്നെയും കുറച്ചും കൂടെ ഒരു ലോങ്ങർ ഓൺ ക്ലോത്ത്സ് ആണ് കേട്ടോ. ക്ലോത്ത്സിൽ പിന്നെയും കുറച്ച് നിൽക്കും, പക്ഷെ അത്രയ്ക്കും എല്ലാത്തിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. പിന്നെന്താണ്, ഭയങ്കര ഓവർ പവറിങ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല, അത്രയും അറ്റൻഷൻ ഗ്രാബിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇതിൽ വരും. ഓക്കെ, പിന്നെ ഏതൊരു കൈൻഡ് ഓഫ് സീസണിലും ഇത് ഓക്കെയാണ് കേട്ടോ. പക്ഷേ സ്പ്രിങ്ങിലും ഓട്ടം ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെസ്റ്റ് ഒരു റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ YSL ലീബ്ര. ഇനി നമുക്കൊരു കിങ് ലുക്കുള്ള പെർഫ്യൂമിനെ കുറിച്ച് പറയാം. ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഭയങ്കര പ്രൗഡി ഫീൽ ചെയ്യുന്ന ഒരു സാധനം. അതിൻ്റെ പാക്കേജിങ് അതുപോലെയാണ് വരുന്നത്, കണ്ടോ നോക്കി. ഇതൊന്നും ഞാൻ പറഞ്ഞ ഈ പാക്കേജ് ഞാൻ മാറ്റൂല, കാരണം ഇതെനിക്ക് അത്രയും കാണാൻ ഇഷ്ടമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്താലും അത്രയും വൃത്തിക്ക് നിന്നോളും. അപ്പോൾ ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്യും. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴും ഇതുപോലെയാണ്, കണ്ടോ, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കണ്ടോ, ഇതൊരു ലുക്ക് നോക്കി നിങ്ങളൊരു ബ്ലാക്ക് ലുക്ക് ആയതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞ ഒരു രാജാവിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞൊരു, എനിക്ക് പൊതുവേ ഈ ബ്ലാക്ക് ലുക്കിലുള്ള പെർഫ്യൂംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതിൻ്റെ ഈ സ്മെല്ലിൻ്റെ ഫാനല്ല. എൻ്റെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലല്ല ഇത്. എനിക്ക് അത്ര ബെസ്റ്റ് സ്മെല്ലല്ല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഞാൻ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. മേ ബി അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യം തോന്നിയേക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് ബാഡി അൽ ഊദ് ഫോർ ഗ്ലോറി ബൈ ലത്താഫ.
ലറ്റാഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂംസ് ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇതെന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി മേ ബി ഞാനിങ്ങനെ കുറച്ച് യൂസ് ചെയ്ത് സെറ്റ് ആവുന്നത്. ഇത് നമ്മൾ പുതുതായിട്ട് വാങ്ങിയതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ല. അപ്പോൾ യൂസ് ചെയ്ത് സെറ്റ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. എന്താണെന്ന് വെച്ചാൽ പവർഫുൾ ആണ്. ഒരു പവർഫുൾ ഡാർക്ക് ആൻഡ് ബോൾഡ് ഊത്ത് ഫ്രേഗ്രൻസ്. അപ്പം ഞാൻ പേര് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടിയേക്കാം ഞാനിത് പറയുമ്പോൾ. വെരി മിഡിൽ ഈസ്റ്റേൺ. അപ്പോൾ മിഡിൽ ഈസ്റ്റേൺ എന്ന് കേൾക്കുമ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ല് കൂടുതലും പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു നീഷ് സ്റ്റൈൽ. ഓക്കെ, സ്മെൽസ് ലക്ഷൂറിയസ്, സ്മോക്കി ആൻഡ് എക്സ്പെൻസീവ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ബെസ്റ്റ് ഫോർ നൈറ്റ്. അപ്പം നൈറ്റിലൊക്കെ കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു കുറച്ച് ഹാർഷായിട്ട് നമുക്ക് അറിയാൻ പറ്റും പെർഫ്യൂം. പെർഫ്യൂം വെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. ആൻഡ് മോർ മസ്കുലിൻ ലീനിങ്. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടാനത്. യൂണിസെക്സ് ആണ്, രണ്ടുപേർക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇത് മസ്കുലിൻ ടച്ച് വരുന്നതാണ് കൂടുതൽ. അപ്പം അതുകൊണ്ടായിരിക്കണം എൻ്റെ ഒരു കാറ്റഗറി അല്ലാത്തത്. ഇതിൻ്റെ നോട്ട്സ് എന്ന് വരുമ്പോൾ ടോപ്പ് നോട്ട്സ് വരുമ്പോൾ ഒരു സാഫ്രോൺ, നട്ട്മെഗ്, ലാവൻഡർ, ഈ 3 കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഇതിൻ്റെ ടോപ്പ് നോട്ട് വരുന്നത്. പിന്നെ ഹാർട്ട് മെയിൻ സ്മെൽ എന്ന് പറയുന്നത് ഊതാണ്. അഗർവൂഡ് എന്ന് പറയുന്നിട്ടുള്ള ഒരു വൂഡ് കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ഒരു ഡീപ്പ് ഡാർക്ക് വൂഡി സ്മോക്കി ആ ഒരു കൈൻഡ് ഓഫ് ഇതാണ് വരുന്നത്. പിന്നെ ബേസ് വരുന്നത് ഒരു ഏറ്റവും കൂടുതൽ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു സ്മെല്ല് പച്ചോലിയാണ്. ഈ പച്ചോലി എന്താണെന്ന് സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്മെല്ലാണ് കൂടുതൽ വരുന്നത്. ഒരു മസ്ക് കൈൻഡ് ഓഫ്, ഒരു ഏർത്തി, വാം, ലോങ് ലാസ്റ്റിംഗ്, ഡെപ്ത്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഇതിൻ്റെ ബേസ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ കണ്ടോളൂ. ഇതിൻ്റെ കുട്ടപ്പനെ ഒന്നുകൂടെ കണ്ടോളൂ. ഇതിൻ്റെ ഈ ടോപ്പിലൊക്കെ ഇതിൻ്റെ പാക്കേജിങ്ങും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. സോറി, ഞാൻ അതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് പറയാൻ മറന്നുപോയി. ഒരു 10 to 12 hours നമ്മളെ സ്കിന്നിൽ ലാസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ 24 hours ക്ലോത്ത്സിലും ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതത്ര യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മുടെ ഒരു ജെനുവിൻ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. അപ്പോൾ നമ്മൾ അത്ര യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ചിലപ്പോൾ പാർട്ട് 2 പെർഫ്യൂമിൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം കേട്ടോ. അടുത്ത പെർഫ്യൂം വന്നിട്ട് സാറയുടെ ഫോർ ഹിം റെഡ് എഡിഷൻ ആണ്. ഇതെൻ്റെ പെർഫ്യൂം അല്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. യൂണിസെക്സ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് യൂണിസെക്സ് അല്ലല്ലോ. കാരണം ഫോർ ഹിം റെഡ് എഡിഷൻ എന്ന് പേര് കൊടുക്കുമ്പോൾ അത് യൂണിസെക്സ് ആവില്ല ഓഫ് കോഴ്സ്. പക്ഷേ ഇതിൻ്റെ ചില സമയങ്ങളിൽ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ സെക്സ് ഒന്നും നോക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ എനിക്ക് സ്മെല്ല് ഇഷ്ടപ്പെട്ടാൽ ഞാൻ യൂസ് ചെയ്യും. ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നോക്കില്ല. പക്ഷെ ഇത് നമുക്ക് ലേഡീസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ്. ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്താൽ കേട്ടോ. അതായത് അപ്പുവേട്ടൻ്റെ ബർത്ത്ഡേക്ക്, ഈ കഴിഞ്ഞ 30th ബർത്ത്ഡേക്ക് നമ്മുടെ ശ്യാമേട്ടനും ഹർഷയും കൂടി അപ്പുവേട്ടന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള പെർഫ്യൂമാണിത്, സാറയുടെ ഫോർ ഹിം എഡിഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അടുത്തത് പറയാൻ പോണത്. വാം, സ്വീറ്റ്, സ്പൈസി മസ്കുലിൻ സെൻ്റ് ആണ്. മോഡേൺ ആൻഡ് ക്രൗഡ് പ്ലീസിങ്. അപ്പോൾ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. ആൻഡ് ഗ്രേറ്റ് വാല്യൂ ഫോർ മണി. പിന്നെ ഈസി ടു വെയർ, നോട്ട് ടു ഹെവി. ഓക്കെ, നമുക്ക് ഭയങ്കര ഹെവി ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലല്ല. ഇതൊരു ലൈറ്റ് കൈൻഡ് ഓഫ് സ്മെല്ലാണ്. നമുക്ക് കൂടുതലും ഒരുപാട് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ളൊരു സാധനം കിട്ടൂല. പിന്നെ ബെസ്റ്റ് ഫോർ ഈവനിങ്സ്, ഡേറ്റ്സ്, കാഷ്വൽ നൈറ്റ്സ് ഔട്ട്, എല്ലാത്തിനും ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ നോട്ട്സ് വന്നിട്ട് ടോപ്പ് നോട്ട് വരുമ്പോൾ ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, ഓറഞ്ചിൻ്റെയും ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയും ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. പിന്നെ ഹാർട്ട് വരുമ്പോൾ സ്പൈസി നോട്ട്സ് ആണ്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പൈസി കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് വരുന്നത്. പിന്നെ ഒരു ആംബർ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടും. വാം, സ്മൂത്ത് ആൻഡ് മസ്കുലിൻ. പിന്നെ ഏറ്റവും ലാസ്റ്റിംഗ് സ്മെൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ബേസ് നോട്ട് വരുമ്പോൾ ഒരു വനീല, വുഡി നോട്ട്സ് ആണ്. സ്വീറ്റ്, കോസി, സോഫ്റ്റ്, ഡ്രൈ ഡൗൺ, ഈ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് ബേസ് നോട്ടിൽ വരുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചാൽ 4 to 6 hours ആണ് സ്കിന്നിൽ നിൽക്കുന്നത്. പിന്നെ സ്ലൈറ്റ്ലി ലോങ്ങർ ഓൺ ക്ലോത്ത്സ് ആണ്. അപ്പോൾ അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ എന്നാലും പോലും ഒരു 6 hours ഒക്കെ നിങ്ങൾക്കൊന്ന് പുറത്ത് പോയി വരാനൊക്കെ യൂസ്ഫുൾ ആണ്. ഇനി കാണിക്കാൻ പോകുന്ന ഈ 2 പെർഫ്യൂമും ഏകദേശം ഒരു ടീമിൽ പെട്ട ആൾക്കാരാണ്, ഒരു സെറ്റിൽ പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ 2 പെർഫ്യൂമും നമ്മുടെ ഫ്രണ്ട് ശ്രീവിന്ദ് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. നമുക്ക് ചുമ്മാ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം പറയാം. ആദ്യം നമുക്ക് ഈ ഒരു ക്യൂപിഡ് റിസ് ഊത്ത് പെർഫ്യൂം, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം തരാം. ഇതിപ്പോൾ തീർന്നിട്ടുണ്ട്,
ഇത്രേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് തീർന്നു പോയത്. അപ്പോൾ ക്യൂപിഡ് റിസ് ഊത്ത് പെർഫ്യൂം ഇതൊരു 50 ml ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ. സ്പെഷ്യാലിറ്റീസ് വരുമ്പോൾ ഒരു സ്വീറ്റ്, വാം ആൻഡ് സ്ലൈറ്റ്ലി സ്പൈസി സ്പെഷ്യാലിറ്റീസ് ആണ് വരുന്നത്. ഒരു യൂത്ത്ഫുൾ, പ്ലേഫുൾ ആൻഡ് ഡേറ്റ് ഫ്രണ്ട്ലി സെൻ്റാണ്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്, അങ്ങനത്തെ ഒരു സെൻ്റാണ് നമുക്ക് കൂടുതലും തരുന്നത്. ഒരു കാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈസി ടു ലൈക്ക്, നമുക്ക് പെട്ടെന്ന് ഇത് അട്രാക്റ്റഡ് ആവും. ഭയങ്കര ഹെവി ആയിട്ട് നിൽക്കില്ല, ഭയങ്കര ഹാർഷല്ല. അങ്ങനെ ഒരു നിങ്ങൾക്ക് അത്ര പെർഫ്യൂമിൻ്റെ സെൻറ്റ് അത്ര ഡീപ്പ് ആയിട്ട് വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് കേട്ടോ. ആൻഡ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാഷ്വലായിട്ടും ഈവനിങ്ങിലൊക്കെ യൂസ് ചെയ്യാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ക്രൗൺ പ്ലീസിങ് ആണ്. ഇതിൻ്റെ നോട്ട്സ് വന്നിട്ട് ഒരു ടോപ്പ് നോട്ട് വരുമ്പോൾ സ്വീറ്റ് ഫ്രൂട്ടി നോട്ടാണ്. അപ്പോൾ ഫ്രൂട്ടി കൈൻഡ് ഓഫ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോയിക്കോളൂ, ഇഷ്ടപ്പെടും. ഒരു ലോങ് ഫ്രഷ്നെസ്, സ്മൂത്ത്, സ്ലൈറ്റ്ലി ക്യാൻറ്റി ലൈക്ക് ഓപ്പണിങ്, ആ ഒരു സാധനമൊക്കെ നമുക്ക് കിട്ടും ടോപ്പ് നോട്ടിൽ വരുമ്പോൾ. ഹാർട്ടിൽ വരുമ്പോൾ ഒരു സോഫ്റ്റ് സ്പൈസസിന് സ്മെല്ല് വരും. പിന്നെ അറോമാറ്റിക് നോട്ട്സ് ആണ്, വാം ആൻഡ് അട്രാക്റ്റീവ് ആണ്, നോട്ട് ഷാർപ്പ്. പിന്നെ ബേസ് നോട്ട് വരുമ്പോൾ വനീല, ആംബർ. പിന്നെ ഉള്ളത് ലൈറ്റ് വൂഡ്സിന്റെ സ്മെല്ലുണ്ട്, സ്വീറ്റ്, കോസി ആൻഡ് ഡ്രൈ ഡൗൺ. ഒരു 5 to 7 hours നമ്മുടെ സ്കിന്നിൽ ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ അതിനേക്കാൾ കൂടുതൽ ക്ലോത്ത്സിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. ആ കൂട്ടത്തിൽ രണ്ടാമത്തെ ആളാണ് ക്യൂപിഡിന്റെ ആക്റ്റീവ് ഊത്ത് പെർഫ്യൂം. മറ്റതിൻ്റെ പേര് റിസ് എന്നായിരുന്നു, ഇതിൻ്റെ പേര് ആക്റ്റീവ് ആണ്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് കമ്പാരിറ്റീവ്ലി അതിൻ്റെ അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും ബാക്കിയുള്ളത് കേട്ടോ. മറ്റത് സൂപ്പർ സ്മെല്ലാണ്, അതുകൊണ്ടാണ് അത് ഇത്ര തീർന്നു പോയത്. അപ്പോൾ ഈ ക്യൂപിഡ് ആക്റ്റീവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ഫ്രഷ്, ഗ്രീൻ ആൻഡ് എനർജറ്റിക് സ്മെല്ലാണ് നമുക്ക് തരുന്നത്. ഒരു ക്ലീൻ, സ്പോട്ടി വൈബൊക്കെ തരും. ഈസി എവറി ഡേ വെയർ ആണ്, നമുക്ക് എവറി ഡേ വെയർ ചെയ്യാൻ പറ്റും. നോട്ട് ഹെവി ഓ സ്വീറ്റ്. ഒരു സ്വീറ്റ് സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് ഞാനിത് പ്രിഫർ ചെയ്യണു. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ബെസ്റ്റ് ഫോർ ഡേ ടൈം ആണ്, വർക്കിന് യൂസ് ചെയ്യാം, അതുപോലെ ഓഫീസിൽ യൂസ് ചെയ്യാം, കാഷ്വൽ ഔട്ടിങ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ടോപ്പ് നോട്ട് വരുമ്പോൾ ഒരു ഫ്രഷ് സിട്രസ് കൈൻഡ് ഓഫ് സ്മെല്ലാണ് ടോപ്പ് നോട്ട്. പിന്നെ ഗ്രീൻ നോട്ട്സും വരും ഇതിൽ, ക്ലീൻ, ഒരു അപ്ലിഫ്റ്റിംഗ് ഓപ്പണിംഗ് ഒക്കെ തന്നിട്ട് അങ്ങനത്തെ ഒരു നാരങ്ങേൻ്റെ ഒക്കെ ഒരു സാധനമൊക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് സ്മെൽ ഉണ്ടാവും. പിന്നെ ഹാർട്ട് വരുമ്പോൾ ഒരു അറോമാറ്റിക് നോട്ട്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ലൈറ്റ് സ്പൈസസും ആണ് ഹാർട്ടിൽ വരുന്നത്. ഫ്രഷ് ആൻഡ് മസ്കുലിൻ ആണ്, കൂടുതലും നമ്മുടെ ജെൻസിന് പോവും. സ്ലൈറ്റ്ലി ഹെർബൽ, ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ല് വരും ഹാർട്ടിൽ. ബേസിൽ വരുമ്പോൾ ഒരു വുഡി നോട്ട്സ് ആണ്. പിന്നെ മസ്ക് വരും, സോഫ്റ്റ്, ക്ലീൻ, ഡ്രൈ ഡൗൺ. ഈ ഒരു കൈൻഡ് ഓഫ് സെൻ്റ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. ക്യൂപിഡ് ആക്റ്റീവ് സെറ്റ് അല്ലേ. അടുത്ത പെർഫ്യൂം വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് റിബൽ അരോമാസ് റഫ് ഓത്ത് പെർഫ്യൂം. അങ്ങനെ തന്നെയാണോ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ഐ എം നോട്ട് ഷുവർ. ROUGE അതാണ് വരുന്നത് കേട്ടോ, റിബൽ അരോമാസ് റഫ്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഒരു സിമ്പിൾ ലുക്കാണ് കണ്ടോ. അത്രയും വിസിബിളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കളർ എല്ലാം. ഈ സ്മെല്ലും ഈ സാറയുടെ ഫോഹിം എഡിഷനും ഇല്ലേ, ഇത് ഏകദേശം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഇതില്ലെങ്കിൽ ഇതായാലും മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം അതുപോലെ തോന്നും, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ബെസ്റ്റ് സ്മെൽ ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഒരു പൊടിക്ക് ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. വാം, സ്മൂത്ത് ആൻഡ് സ്ലൈറ്റ്ലി സ്വീറ്റ് സ്മെല്ലാണ്. പിന്നെ ഒരു മോഡേൺ ആംബർ വുഡി സ്റ്റൈലാണ് വരുന്നത് ഇതിൽ. പിന്നെ ഒരു ക്ലീൻ ആൻഡ് എലഗൻറ്റ് ലുക്കും അങ്ങനത്തെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. പിന്നെ ഈസി ടു വെയർ ആണ്, ഡെയിലി യൂസ് ചെയ്യാം. കാഷ്വലായിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു. പിന്നെ ഇത് നമുക്കൊരു നമ്മുടെ സിഗ്നേച്ചർ സെൻറ്റ് ആക്കാവുന്നതാണ്. പിന്നെ ഇത് യൂണിസെക്സ് ആണ്, പക്ഷെ ലീൻസ് സ്ലൈറ്റ്ലി മസ്കുലിൻ, ഒരു മസ്കുലിൻ ടച്ച് കുറച്ച് പോകുമെങ്കിൽ പോലും യൂണിസെക്സ് ആണ്, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ടോപ്പ് വന്നിട്ട് നോട്ട്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രഷ് സിട്രസ് കൈൻഡ് ഓഫ് സ്മെല്ലാണ്, ഒരു നാരങ്ങയുടെ ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ല് വരും. പിന്നെ ലൈറ്റ് സ്വീറ്റ്നെസ് ഉണ്ടാവും, ഒരു ക്ലീൻ സോഫ്റ്റ് ഓപ്പണിംഗ് ഒക്കെ കിട്ടും. പിന്നെ ഹാർട്ട് വന്നിട്ട് ഒരു ആംബർ കൈൻഡ് ഓഫ് സ്മെല്ല് വരും. പിന്നെ ജെൻറ്റിൽ ഫ്ലോറൽ ടച്ച്, കുറച്ച് ചെറിയ രീതിയിലൊരു ഫ്ലോറൽ സ്മെല്ല് കയറി വരുന്നുണ്ട്, പക്ഷെ ഒരുപാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു സ്മൂത്ത് ക്ലാസി വാംത്ത് ഒക്കെ തരും.
പിന്നെ ഇതിൻ്റെ ബേസ് വന്നിട്ട് വുഡി നോട്ട്സ് ആണ്, മസ്ക് ആണ്. പിന്നെ സോഫ്റ്റ് വെനില ടോൺ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെനില ടോൺ വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമുള്ളൊരു സ്മെല്ല് വരും. ഒരു ക്രീമി കംഫർട്ടിങ് ഡ്രൈ ഡൗൺ എന്നുള്ള രീതിയിൽ ഓപ്ഷനാണ്. പിന്നെ ഇതും ഒരു 6 to 8 hours ആണ് നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്നത്. റിബൽ അറോമാസ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മുടെ UK തന്നെ നമ്മളെ ഈ ഷോപ്പിംഗ് മോൾസിലും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് കൈൻഡ് ഓഫ് പെർഫ്യൂമാണ്. ഇത് നമുക്ക് ക്രിസ്മസിന് നമ്മളെ ഫ്രണ്ട് ദിവ്യ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളായിരുന്നു. ക്രിസ്മസിന് അവരുടെ വീട്ടിൽ പോയപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് വന്നിട്ട് ഈസ് 1983 പെക്സ്നിഫ്സ് ലണ്ടൻ ഊത്ത് ടോയ്ലറ്റ്, അതാണ് ഇതിൻ്റെ പേര്. ടോയ്ലറ്റ് കൈൻഡ് ഓഫ് പെർഫ്യൂംസിൽ വരുന്ന ഊത്ത് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ഒരു ബ്രിട്ടീഷ് സ്മെല്ലാണ് മൊത്തത്തിൽ ഇതിൽ വരുന്നത്. നമ്പർ 1 EST 1983 പെക്സ്നിഫ്സ് ലണ്ടൻ, അതാണ് ഇതിൻ്റെ ഒരു പേര് വന്നിട്ട്. ഇതിൻ്റെ പാക്കേജിങ്ങും ഇതിൻ്റെ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് വെക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ ഞാൻ വെച്ചതാണ്. ഇതിൽ ഞാനിവിടെ ഗുഡ്, ഞാനല്ല അപ്പോയേട്ടൻ ഗുഡ് എന്ന് പറഞ്ഞ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സ്മെല്ലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഫസ്റ്റ് പറയാം. അതാണ് ഇതിലെ ബെസ്റ്റ് സ്മെൽ. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു സെറ്റിൽ 6 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സ്മെല്ല് വന്നിട്ട് ഒരു ആംബർ ആൻഡ് ഊത്ത് വുഡ്, ഒരു ആംബറിൻ്റെ സ്മെല്ല് വരുന്നതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഒരു മോസ്റ്റ് ഫേവറേറ്റ്. ആ കൂട്ടത്തിൽ 6 എണ്ണത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് ഇതാണ്. ഒരു ക്ലീൻ എലഗൻറ്റ് ആൻഡ് ഒരു മെച്ചോ വൈബ് നമുക്ക് മൊത്തത്തിൽ തരും. പിന്നെ ഗ്രേറ്റ് ഫോർ ഡെയിലി വെയർ ആൻഡ് ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു ലൈറ്റ് വേർഷൻ ഓഫ് സെൻറ്റ് കിട്ടും. പിന്നെ പെർഫെക്റ്റ് ഫോർ ട്രൈയിങ് ഡിഫറെൻറ്റ് മൂഡ്സ്, വേറെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് പോകുമ്പോഴും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഇതോട്ട്. ഇപ്പോൾ കുഞ്ഞു പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബോട്ടിൽസ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ എടുത്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. പിന്നെ മോർ സെറ്റിൽ ദാൻ ലൗഡ്, റീഫൈൻഡ് നോട്ട് ബീസ്റ്റ് മോഡ്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രേഗ്രൻസ് വരുമ്പോൾ ഒരു മാൻഡറിൻ ആൻഡ് ജിഞ്ചർ ഫ്ലേവർ വരുന്നതുണ്ട് ഇതിൽ. മാൻഡറിനും ജിഞ്ചറും വരുമ്പോൾ അതിലെ നോട്ട് വരുമ്പോൾ ഒരു ജിഞ്ചർ ലൈറ്റ് വുഡ്സ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഒരു സ്മെല്ല് മേ ബി ഒരു ഫ്രഷ് സിട്രസി സ്ലൈറ്റ്ലി സ്പൈസി ആ സ്മെല്ലുണ്ടാവും. പിന്നെ മോർണിംഗിലും സമ്മറിലും അതുപോലെ തന്നെ വർക്കിനും ഒക്കെ യൂസ്ഫുൾ ആവും. ഒരു 3 to 5 hours ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത സ്മെല്ല് വരുമ്പോൾ ഒരു ടൊബാക്കോ ആൻഡ് വൈറ്റ് വുഡിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നൊരു സെൻറ്റ് ഉണ്ട്. അതിൻ്റെ മെയിൻ ഒരു ഇത് മോട്ടീവ് എന്ന് പറയുന്നത് ടൊബാക്കോ, സോഫ്റ്റ് വുഡ്സ്, മൈൽഡ് സ്വീറ്റ്നെസ് ആണ്. പിന്നെ ഒരു സ്മൂത്ത് വാം ക്ലാസി സ്മെല്ല് തരും. ബെസ്റ്റ് ഫോർ ഈവനിങ്, പിന്നെ സ്മാർട്ട് കാഷ്വൽസ് ഒക്കെ ഇടുമ്പോൾ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഒരു 4 to 6 hours ലോങ് ലാസ്റ്റ് ചെയ്യും. അടുത്തത് ബേർബൺ മാൻഡറിൻ, ഈ ഒരു കൈൻഡ് ഓഫ് ഇത് വരും. ഒരു ബൂസി ബേർബണിൻ്റെയും ഒരു സിട്രസ് ആംബർ ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് വരുന്നത്. പിന്നെ ഒരു സ്വീറ്റ് വാം വിത്ത് എ സ്ലൈറ്റ് ആൽക്കഹോൾ വൈബ്, അതാണ് അത് വരുന്നത്. ഒരു ബേർബൺ മാൻഡറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലേവർ. ബെസ്റ്റ് ഫോർ നൈറ്റ്സ് ഡേറ്റ്സ്. പിന്നെ 4 to 6 hours ലോങ് ലാസ്റ്റ് ചെയ്യും. അടുത്തത് വരുന്നത് ബാംബു ആൻഡ് വെറ്റിവർ കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ഗ്രീൻ ബാംബുവിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, അത് കിട്ടും. വെറ്റിവർ വുഡ്സ്, ഒരു ക്ലീൻ ഗ്രീൻ, ഒരു എർത്തി കൈൻഡ് ഓഫ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഓഫീസിലും ഡേ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത്, ബാംബു ആൻഡ് വെറ്റിവർ. അതൊരു 3 to 5 hours ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ, അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. അടുത്തത് പിന്നെ ആംബർ ആൻഡ് ഊത്ത് വുഡ് ആണ്. അതും ഒരു ആംബർ ഊത്ത് സ്റ്റൈൽ വുഡ്സിൻ്റെ സ്മെല്ല് തരും. ഒരു വാം വൂഡി സ്ലൈറ്റ്ലി സ്മോക്കി കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ്. ബെസ്റ്റ് ഫോർ ഈവനിങ്സും പിന്നെ അതുപോലെ നല്ല തണുത്ത കാലാവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു 5 to 7 hours ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ, ആംബർ ആൻഡ് ഊത്ത് വുഡ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ബെസ്റ്റ്, ഞാനിപ്പോൾ ഗുഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള സാധനം. പിന്നെ ഒരു വരുന്നത് ലെതർ ആൻഡ് ഓക്മോസ് ആണ്. അത് ലെതറിൻ്റെയും ഓക്മോസിൻ്റെയും വൂഡ്സിൻ്റെയും ഒക്കെ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ്. ഒരു ഡ്രൈ മസ്കുലിൻ, അപ്പോൾ ജെൻസിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യാം. ഒരു ക്ലാസിക് മസ്കുലിൻ ടെക്സ്ചർ വരുന്നതാണ്. ബെസ്റ്റ് ഫോർ ഫോർമൽ വെയറും നൈറ്റ്സിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 5 to 7 hours ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു 4 to 6 hours ആണ് മൊത്തത്തിലെല്ലാം കൂടി നമുക്ക് ഓവറോൾ ആയിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുമോ ചോദിച്ചാൽ. പിന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ആംബർ ആൻഡ് ഊത്ത് വുഡും പിന്നെ അതുപോലെ ലെതർ ആൻഡ് ഓക്മോസും. ഇത് രണ്ടും നല്ല അടിപൊളി സ്മെല്ലുള്ള രണ്ടെണ്ണം. പക്ഷെ നമ്മുടെ ഒരു മോസ്റ്റ് ഫേവറേറ്റ്, നമ്മുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ആംബർ ആൻഡ് ഊത്ത് വുഡ് ആണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയണ പോലെ, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സിഗ്നേച്ചർ സെൻ്റാണ്. ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇത് ഏതാ സെൻറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ആ ഒരാളെയാണ് ഇനി ലാസ്റ്റ് നമ്മൾ പറയണത്. മൊത്തത്തിലെല്ലാം
ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി അടുത്ത പുതിയ കളക്ഷൻസ് വരുമ്പോൾ പുതിയ പാർട്ട് 2 പെർഫ്യൂം കളക്ഷൻസ് ആയിട്ട് വരാം നമുക്ക്. അപ്പോൾ ഇതും കൂടി നമുക്ക് പറയാം. ഇത് വന്നിട്ട് കാംറ ലതാഫ. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പെർഫ്യൂമാണ്. ഇത് നിങ്ങൾ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത്രയും 100% നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം, എല്ലാവരും ചോദിക്കും ഏതാ പെർഫ്യൂം എന്നുള്ളത്. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആൻഡ് അടിപൊളി പെർഫ്യൂമാണ് കാംറ ലതാഫ. ഇത് വന്നിട്ടൊരു വെരി സ്വീറ്റ് ആണ്, വാം ഗൂമെൻറ്റ്, ഒരു ഡെസേർട്ട് ലൈക്ക് സ്മെല്ലാണ് ഇതിൻ്റെത്. അപ്പോൾ അതുകൊണ്ടാണോ ഇത് ആൾക്കാർക്ക് ഇത്രയും മോസ്റ്റ് ഫേവറേറ്റ് വൺ ആയത് എന്ന് നമുക്ക് തോന്നും. അത്രയും നല്ല സ്മെല്ലായതുകൊണ്ടായിരിക്കാം. ഒരു റിച്ച് മിഡിൽ ഈസ്റ്റേൺ വൈബാണ്. എനിക്ക് മിഡിൽ ഈസ്റ്റേൺ കൈൻഡ് ഓഫ് സ്മെല്ലാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കേട്ടോ. സ്മെൽസ് ലക്ഷൂറിയസ് ആൻഡ് കോസി വൈബ്, സൂപ്പറാണ്. ഇത് കണ്ടോ, ഇതിൽ പറയുന്നുണ്ട് ഹ്യൂജ് കോംപ്ലിമെൻറ്റ് ഗെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കോംപ്ലിമെൻറ്റ് കിട്ടും, സത്യമാണ്. നമ്മൾ അത്രയും നല്ല കോംപ്ലിമെൻറ്റ് കിട്ടും. ബെസ്റ്റ് ഫോർ നൈറ്റ് വിന്റർ സ്പെഷ്യൽ ഒക്കേഷൻസ്. പക്ഷെ ഞാൻ ഓഫീസിലേക്ക് വേറെ ചെയ്തു, ബട്ട് ഇറ്റ്സ് ഓക്കെ. ടോപ്പ് നോട്ട് വന്നിട്ട് സിനമൺ, നട്ട്മെഗ്, ബെർഗമോട്ട്, സ്വീറ്റ് ആൻഡ് സ്പൈസി ഓപ്പണിംഗ് ആണ്. ഹാർട്ട് മെയിൻ സ്മെൽ എന്ന് പറയുന്നത് ഒരു ഡേറ്റ്സിൻ്റെ ഒക്കെ സ്മെല്ല് വരും മെയിനായിട്ട്. പിന്നെ പ്രലിൻ ആൻഡ് ട്യൂബ് റോസ്, ഒരു ക്രീമി ഷുഗറി ബേക്കറി ലൈക്ക് വൈബ്. അതുകൊണ്ടായിരിക്കാം മേ ബി. ഇപ്പം ഞാൻ ഇതുവരെ എല്ലാത്തിൻ്റെയും നോട്ട്സ് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു സാധനം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇതിൻ്റെ ബേസ് നോട്ട് വരുമ്പോൾ വനീല, ടോങ്ക ബീൻ, ആംബർ, ബെൻസോയിൻ, വൂഡ്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്നാലും എൻ്റെ അടുത്ത് അപ്പോഴും ചോദിക്കും, നിൻ്റെ പെർഫ്യൂം ഒന്നും ഇതുവരെ പോയിട്ടില്ലല്ലോ. ഡ്രസ്സിലേക്ക് എപ്പോഴും ഉണ്ട്, എൻ്റെ സ്കിന്നിലും ഉണ്ടായിരിക്കും ആ ഒരു സ്മെല്ല്. അപ്പോൾ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ്. 10 to 12 hours, 12+ hours നമ്മുടെ സ്കിന്നിൽ നിൽക്കും. 24+ hours നമ്മളെ ക്ലോത്ത്സിലും നിൽക്കും. അപ്പോൾ ഞാൻ ഗ്യാരണ്ടിയാണ് അത്രയും ആയിട്ട് നിൽക്കും. സ്ട്രോങ് പ്രൊജക്ഷൻ, പീപ്പിൾ വിൽ നോട്ടീസ്. അപ്പോൾ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വൺ. ആൻഡ് ഞാൻ ആദ്യം കാണിച്ചതും എൻ്റെ നല്ലൊരു ഫേവറേറ്റ് വൺ ആണ് ഊദ് ആൻഡ് റോസസ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ കാണിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പെർഫ്യൂംസ് ആണ് ഊദ് ആൻഡ് റോസസ്, അഹ്മദ് അൽ മഗ്രീബയുടെ ഊദ് ആൻഡ് റോസസും അതുപോലെ തന്നെ ലതാഫ കാംറ. ഇത് രണ്ടും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വൺ ആണ്. പിന്നെ നിങ്ങൾ എപ്പോഴും പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ റോൾ ഓൺ, നമ്മൾ യൂസ് ചെയ്യുന്ന റോൾ ഓൺ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ബോഡി മിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ മിക്സ്ഡപ്പ് ആയിട്ട് നമുക്ക് അതും നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഫ്രേഗ്രൻസ് കൊണ്ടുവരും. അപ്പോൾ ഞാൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വാസ്ലിൻ്റെ ഈ ആലോ സ്മൂത്ത് ഈ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ. ഇത് 48 hours ലോങ് ലാസ്റ്റിംഗ് ലൈറ്റ് മോയ്സ്ചറാണ്, സൂത്തസ് ആൻഡ് ഹൈഡ്രേറ്റ്സ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഹൈഡ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിട്ട് യൂസ് ചെയ്യും. വിൻ്ററിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സമ്മർ കൈൻഡ് ഓഫ് ആ ഒരു സമയത്തൊക്കെ ഈ ഒരു കൊക്കോവ റേഡിയൻറ്റ് ബോഡി ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കൂടി നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യേണ്ട തൊട്ട് മുന്നേ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ റോൾ ഓൺ യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ബോഡി മിസ്റ്റാണ് ഇപ്പോൾ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുന്ന തൊട്ട് മുന്നേ എപ്പോഴും ഓഫീസിൽ പോകാനാണെങ്കിൽ പുറത്ത് പോകാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ലക്യൂറയുടെ ട്രോപ്പിക്കൽ എസൻസ് ആണ്. 32 പിസ്താഷ്യോ ആൻഡ് സോൾട്ടഡ് കാരമൽ ബോഡി മിസ്റ്റ്. ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് ഇതിന് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പെർഫ്യൂം അടിക്കുന്നതിന് മുന്നേ നമ്മുടെ ബോഡിയിൽ ഈ ഒരു മിസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും, എന്നിട്ടാണ് ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ട് പെർഫ്യൂം അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മൊത്തത്തിൽ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. ആൾക്കാർ എന്തായാലും നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യും. എല്ലാവരും ചോദിക്കാൻ തുടങ്ങും ഏത് പെർഫ്യൂമായി യൂസ് ചെയ്യുന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കുറച്ചെങ്കിലും ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇനി അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാഗ് കളക്ഷൻസോ അതുപോലെ ലിപ്സ്റ്റിക് കളക്ഷൻസ്, പിന്നെ വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഞാൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഫുഡ് വെയർ കളക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നും കൂടി നിങ്ങൾ പറയണം. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.